ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സൺഫ്ലവർ സീഡ്സിൻ്റെ ഷെൽസ് ഉപയോഗിച്ച് നല്ല ഭംഗിയുള്ളൊരു വാൾ ഡെക്കറാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് കട്ടിയുള്ള പേപ്പറിൽ നിന്ന് ഇതുപോലെ ചെറിയൊരു സർക്കിൾ ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് സൺഫ്ലവർ സീഡിൻ്റെ ഷെൽസ് ആണ്. അപ്പോൾ അതാ ഇതുപോലെ കുറച്ച് ഷെൽസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളിത് വെച്ച് ഫ്ലവേഴ്സാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. ഇങ്ങനെ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് റെഡിയാക്കി എടുക്കണം. ഇവിടെ ഞാൻ ഒരു 8 ഫ്ലവേഴ്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഫ്ലവേഴ്സും ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ ഓറഞ്ച് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇതുപോലെ 8 ഫ്ലവേഴ്സും ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് തെർമോക്കോൾ ബോൾസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതും കൂടി നമുക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ ഫ്ലവേഴ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു ലെങ്ത്തിലുള്ള കാർഡ്ബോർഡ് പീസാണ്. ഇനി ഇതിൻ്റെ എഡ്ജസ് ഒക്കെ ഒന്ന് ഫിനിഷിംഗ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മാസ്കിംഗ് ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ കാർഡ്ബോർഡിൻ്റെ 4 സൈഡിലും ഇതുപോലെ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചിട്ട് ഒന്ന് ഫിനിഷിംഗ് ആക്കി എടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് 4 സൈഡ്സും ഇതുപോലെ കവർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബ്ലാക്ക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഈ 4 സൈഡ്സും ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. ഇതാ നമ്മുടെ ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് 4 സൈഡ് ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫ്ലവേഴ്സ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇതാ ഇതുപോലെ ഒരു ഫ്ലവർ വേസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ജൂട്ടിൻ്റെ ഷീറ്റിലാണ് കേട്ടോ ഈ ഒരു പീസ് ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഫ്ലവേഴ്സ് വെക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് സ്റ്റെംസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇവിടെ ഞാനിതാ ക്രേപ്പ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഗ്രീൻ കളർ ക്രേപ്പ് പേപ്പർ ചെറിയ സ്ട്രിപ്പായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പതുക്കെ ചുരുട്ടി എടുത്താൽ നമുക്ക് നല്ല ഭംഗിയുള്ള സ്റ്റെംസ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ കുറച്ചധികം സ്റ്റെംസ് നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ഒരു സ്റ്റെം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് സ്റ്റെംസ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി ഇത് നമുക്ക് ഫ്ലവർ വേസിൻ്റെ ഉള്ളിലായിട്ട് പല ഹൈറ്റ്സിലായിട്ട് നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ വലുതും ചെറുതായിട്ട് പല ഹൈറ്റ്സിൽ ഇതുപോലെ ഒന്ന് ഗ്ലൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെയായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഫ്ലവേഴ്സ് അവിടെ ഇവിടെ ആയിട്ട് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ വാൾ ഡെക്കറിൻ്റെ ഫൈനൽ ലുക്ക്. ഇതുപോലെ ഞാൻ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്ലവർ വേസ് വളരെ സിമ്പിളായ പോലെ തോന്നി എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്തതായ ഇതുപോലെ കുറച്ച് 3D ലൈനേഴ്സ് ഉണ്ടായിരുന്നു. അത് വെച്ച് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി ആയപ്പോൾ സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വാൾ ഡെക്കറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ ഒരു വാൾ ഡെക്കർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.